നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഒരുപാട് സംഘികള് കേരള പോലീസ് മേധാവി പദവിയിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ ശരിക്കും പറയാന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ RSSനെ വളർത്താൻ നല്ല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. ഒന്ന് സെൻകുമാറാണ്, രണ്ട് നമ്മുടെ പൊന്നോമന ചേച്ചിയാണ്, കേരളത്തിലെ ആദ്യ വനിതാ IPS ഉദ്യോഗസ്ഥ, അതേപോലെ തന്നെ കേരളത്തിലെ ആദ്യ DGP പദവിയിലേക്ക് ഇരുന്ന ഒരു സ്ത്രീയാണ്. ഇവര് ഈ ഒരു പാർട്ടിയിലേക്ക് എത്തിയപ്പോൾ എത്രത്തോളം അധപ്പതിച്ചു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് ഇപ്പോ കിട്ടിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. പല വിഷയത്തിലും ഇവരൊക്കെ ചെയ്ത കേസുകളൊക്കെ ഒന്ന് അന്വേഷിക്കണം നല്ലതാ. സെൻകുമാറാണ് തോന്നുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ UAPA കേസുകൾ ചുമത്തിയിട്ടുള്ളത്. അതിൽ ഒട്ടുമിക്ക കേസുകളൊക്കെ കോടതി ആളുകളെ വെറുതെ വിട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. വെറുതെ ഒരു മുസ്ലിം നാമധാരിയാണോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണോ എങ്കിൽ ഉടനെ തന്നെ അവർക്ക് UAPA കൊടുക്കുന്ന ഒരു പരിപാടിയായിരുന്നു സെൻകുമാറിനൊക്കെ ഉണ്ടായിരുന്നത്. അയാൾ പിടിച്ച് UAPA ഇട്ട പല ആളുകളെയും കോടതി വെറുതെ വിട്ട ഒരു സാഹചര്യവും നമ്മൾ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് കാക്കിക്കുപ്പായത്തിനുള്ളിൽ തന്നെ കാവി ട്രൗസർ ഇട്ട് നടന്നിരുന്ന ഒരു കൂട്ടം സംഘിണികൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട് എന്ന് പറയേണ്ടി വരും. നമുക്ക് എന്തായാലും സംഘിണി ചേച്ചിയുടെ കുറച്ച് കാര്യങ്ങൾ കേൾക്കാൻ കേട്ടോ. സംഘികളെ അവർക്ക് ഇഷ്ടപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നാണ് ഇതിൽ ഏറ്റവും വലിയ കോമഡി. കേൾക്കാം. വെട്ടിക്കൊന്നു കളയാനായിട്ടൊരു ഓർഡർ, ഒരു കൊട്ടേഷൻ കൊടുത്തു. ഗുണ്ടകള്, RSSകാരും അല്ല, അവരുടെ ഗുണ്ടകളായിട്ടുള്ള കുറച്ച് ആൾക്കാര് ഈ 4 ലക്ഷം രൂപയും കൈപ്പറ്റിക്കൊണ്ട്. അപ്പൊ അവരന്വേഷിച്ചപ്പോ എന്റെ ഭർത്താവിന്റെ വീട്ടുകാരൊക്കെ കുറെ പേര് BJP മെമ്പേഴ്സാണ്, അദ്ദേഹത്തിന് BJP സിമ്പതി ഉണ്ട്. കുറച്ച് RSSകാർ എന്റെ മുന്നിൽ, ഞാൻ പത്തനംതിട്ട SP ആയിരിക്കുമ്പോൾ എന്റെ മുന്നിൽ വന്ന് കുറച്ച് പൈസ വെച്ചിട്ട് പറയുന്നു, മാഡത്തിന്റെ ഭർത്താവിനെ കൊല്ലാൻ ഒരു കൊട്ടേഷൻ കിട്ടിയതാണ്, ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തന്നതിന്റെ ആ ഒരു മഹാത്മ്യം കൊണ്ടാണ് RSSകാരോട് എനിക്ക് ആദ്യമായിട്ട് ബഹുമാനം തോന്നിയത്. അതുകൊണ്ട് ആക്ച്വലി ഇല്ല, RSS ഗുണ്ടാന്ന് ഞാൻ അന്നും ഉപയോഗിച്ചിട്ടില്ല. RSS ഗുണ്ട എന്നുള്ള പദം ഞാൻ അന്നും ഉപയോഗിച്ചിട്ടില്ല, ഇന്നും ഉപയോഗിക്കുന്നില്ല. ശരിക്കും ആ വീഡിയോ കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, RSSനോട് എനിക്ക് ബഹുമാനം തോന്നിയ ഒരു സമയമാണ് അത്. കുറച്ച് RSSകാർ എൻ്റെ മുന്നിൽ, ഞാൻ പത്തനംതിട്ട SP ആയിരിക്കുമ്പോൾ എൻ്റെ മുന്നിൽ വന്ന് കുറച്ച് പൈസ വെച്ചിട്ട് പറയുന്നു, മാഡത്തിന്റെ ഭർത്താവിനെ കൊല്ലാൻ ഒരു കൊട്ടേഷൻ കിട്ടിയതാണ്, ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തന്നതിന്റെ ആ ഒരു മഹാത്മ്യം കൊണ്ടാണ് RSSകാരോട് എനിക്ക് ആദ്യമായിട്ട് ബഹുമാനം തോന്നിയത്. അതാണ് ഞാൻ ആ വീഡിയോയിലൂടെ പറഞ്ഞത്, അല്ലാതൊന്നുമല്ല. പണം കൊടുത്താൽ ആരെയും RSSകാർ കൊല്ലുമോ? അപ്പോ അങ്ങനെ കൊല്ലാൻ വന്ന ആളുകളെ ചേർത്ത് പിടിക്കാൻ തോന്നിയ മനോഭാവത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. ഇവർ അന്വേഷിച്ച എല്ലാ കേസുകളും പുനഃപരിശോധിക്കുക തന്നെ വേണം. ആരെങ്കിലും കുടുക്കിയിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടെത്തുക തന്നെ വേണം. കേരള പോലീസ് സേനയിൽ ഇരുന്നിട്ട് എന്തൊക്കെ കാണിച്ചു കൂട്ടിയിട്ടുണ്ടോ അതൊക്കെ പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യണം. ഇലക്ഷൻ കഴിഞ്ഞല്ലോ അല്ലെ, ഇനിയിപ്പോ റിസൾട്ട് വരാൻ നിൽക്കാല്ലേ. ആര് അധികാരത്തിൽ വന്നാലും ആര് ഭരണത്തിൽ വന്നാലും ദയവ് ചെയ്ത് തീർച്ചയായും കണ്ടുപിടിക്കേണ്ട, അന്വേഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇവരും സെൻകുമാറും അന്വേഷിച്ച കേസുകൾ പുനഃപരിശോധിക്കുക എന്നുള്ളത്. അവർ പറഞ്ഞ കേട്ട, ഞാൻ RSSനെ ഒരു കുറ്റം പറഞ്ഞിട്ടില്ലല്ലോ എന്നുള്ളത്. ആ സീറ്റിലേക്ക് പോയല്ലോ. ഇവരൊക്കെ സർക്കാരിന്റെ പൈസ തിന്നിട്ട് ഇപ്പോഴും അതിന്റെ പെൻഷനും പറ്റിയിട്ടാണ് ഈ നെകളിപ്പ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വീഡിയോ കൂടി കണ്ടോക്കി നിങ്ങള്. IPS നേടിയ ആദ്യ മലയാളി വനിത R ശ്രീലേഖ. ഒരവസ്ഥ ആലോചിച്ച് നോക്കിയേ. BJP ആയിരുന്നു അന്നും ഇന്നും എന്നും. RSSനെ ഭയങ്കര ഇഷ്ട. ഏട്ടനെ കൊല്ലാൻ വന്നവര് കൊന്നില്ല, അന്ന് RSSന്റെ കൂടെ അങ്ങ് കൂടി. RSSകാർ എത്ര നല്ല ആളുകളാ. ഇതിപ്പോ വേറെ വല്ല രാഷ്ട്രീയ പാർട്ടിക്കാരും ഇങ്ങനെ കൊല്ലാൻ വന്നു എന്നും അവരെന്നിട്ട് ആ കൊട്ടേഷൻ ഒഴിവാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും ചർച്ച? ഇവിടെ കേരളത്തിൽ എന്ത് ചർച്ച ചെയ്യും അല്ലേ? ഇവിടെ എന്ത് ചർച്ച വന്ന? ഒരു ചർച്ചയും വന്നില്ല. RSSകാർ ഗുണ്ടകളാണ്, കൊട്ടേഷൻ ചെയ്യുന്ന ആളുകളാണ്. അവര് എന്റെ ഭർത്താവിനെ കൊല്ലാൻ വന്ന് വെറുതെ വിട്ടത് കൊണ്ട് എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമായി എന്നുള്ള ഒരു പോലീസ് മേധാവി പറയുന്നത്. ഒരു കൊട്ടേഷൻ എടുത്തു എന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് ഇത് സമ്മതിക്കുന്നുണ്ടെങ്കിൽ വല്ലാത്ത മനുഷ്യന്മാര് തന്നെ കേട്ടാ, വല്ലാത്ത മനുഷ്യന്മാര്. ഇനി സെൻകുമാറിലേക്കൊന്ന് കേറാം. എന്റെ പൊന്നു സെൻകുമാരേ, ഇപ്പൊ നീ കാക്കിയൊന്നും ഇട്ടിട്ടല്ല നിക്കണട്ടാ, അതാദ്യം ആലോചിക്കുക. വെറുതെ ഓരോ വണ്ടത്തരങ്ങൾ വിളിച്ചു പോവല്ലേ. നിങ്ങളിപ്പോ വിളിച്ചു പോകുന്നത് ഭരിക്കുന്ന പാർട്ടിയെ കുറിച്ചിട്ടും അതേപോലെ പ്രതിപക്ഷത്തെ കുറിച്ചിട്ടൊക്കെ അല്ലേ. അവരൊക്കെ അധികാരത്തിൽ വരൂട്ടാ, മനസ്സിലാക്കിക്കോ. ഞാൻ പറഞ്ഞിട്ട് ഇവനെ അടിച്ചെങ്കിൽ now you will be under suspension. Okay, കൊണ്ടുപോ. I don't want any officer, any policeman. നിന്റെ നമ്പർ എടുക്കും. 2028 ബൈജു. അടിക്കരുത് ഞാൻ പറഞ്ഞു, നീയോ കേട്ടില്ല? പിന്നെ എന്താടാ നിനക്ക്?
ABVP പ്രവർത്തകർ കോളേജിൽ അക്രമം അഴിച്ചു വിട്ടപ്പോ അതിനെ ചെറുക്കാൻ പോയ ഒരു പാവപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വെച്ചുകൊണ്ട് അന്ന് ഇയാൾ കാണിച്ചു കൂട്ടിയ കോപ്രായത്തരാണ് നിങ്ങളിപ്പോ കണ്ടത്. കേട്ടില്ലേ? ABVP അന്നും ട്രൗസർ കാവി തന്നെയാണ് ഇവന്റെയൊക്കെ. അന്നൊക്കെ ഇവൻ അന്വേഷിച്ച ഒരുപാട് കേസുകൾ പിന്നീട് പുനഃപരിശോധന നടത്തുകയും പുനരന്വേഷണം നടത്തുകയും ചെയ്തിട്ട് ഒരുപാട് ആളുകളെ UAPAയിൽ നിന്ന് ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട്. അന്നും ഇവൻ ആരാ? കാവി അല്ലെ? ഇന്നത്തെയും കൂടിയും കണ്ടോ? അപ്പൊ ഏകദേശം കറക്റ്റായി. ഹിന്ദുക്കൾ ഇനി സംഘടിച്ച് തുടങ്ങി തിരിച്ചടി തുടങ്ങുന്നു എന്നുള്ളതാണ്. ഹിന്ദുക്കൾ ഇനി സംഘടിച്ച് തുടങ്ങി തിരിച്ചടി തുടങ്ങുന്നു എന്നുള്ളതാണ്. ഉയർന്ന റാങ്കിൽ ഇരുന്ന 2 പോലീസുകാരുടെ അവസ്ഥയെ നിങ്ങൾ കാണുന്നത്. ഹിന്ദുക്കൾ ഒരുമിച്ച് നിയമം കയ്യിലെടുക്കണം എന്ന് പറയുന്നത്, അടിച്ചമർത്ത എല്ലാവരും ഒരുമിച്ച് ഇറങ്ങണം എന്നുള്ളതാ. ജലപീരങ്കിയിൽ കുറച്ച് ചളി ഇവരുടെ മേത്തായി പോയി. നാളെ മുതൽ ഡെക്ടോളും അതേപോലെ തന്നെ പനിനീരൊക്കെ ചേർത്തിട്ടുണ്ട് അടിക്കുക എല്ലാവരും മേത്തും. അത് മതിയോ? പോലീസുകാർ ജലപീരങ്കിയിൽ കുറച്ച് ചളി ചേർത്തോണ്ട് ഞങ്ങൾക്ക് സങ്കടമൊന്നുമില്ല കേട്ടാ. ഞങ്ങൾ കാര്യമായിട്ട് പറയാം, നിങ്ങൾക്ക് കിട്ടേണ്ടത് തന്നെയല്ലേ കിട്ടിയത്. താമര വിരിയണമെങ്കിൽ ചളി വേണം, ചളി. അതുകൊണ്ടാ 2 പോലീസ് മേധാവികളുടെ അവസ്ഥ കണ്ടില്ലേ നിങ്ങൾ? അപ്പൊ ഇവരന്ന് നിലകൊണ്ടിരുന്നത് ആർക്ക് വേണ്ടിയിട്ടായിരുന്നിരിക്കാം? അതാണ്. ബാക്കി കാണാം. ഇനി ചാച്ചിക്കുള്ള മറുപടിയാണ്. ചാച്ചി പറഞ്ഞൊരു പൊട്ടത്തരത്തിന് വക്കീൽ കൊടുക്കുന്ന ഒരു മറുപടി കാണാം. ഈ ഉദ്യോഗസ്ഥ പറഞ്ഞത് ശരിയാണ്. പോലീസുകാർക്ക് അമ്പലത്തിലോ പള്ളിയിലോ ആരാധന സ്ഥലങ്ങളിലോ അവിടുത്തെ അധികാരികളുടെ പെർമിഷൻ ഇല്ലാതെ കയറാൻ പറ്റില്ല. ഇത് പറഞ്ഞത് ഞാനല്ല, മുൻ DGP ശ്രീലേഖയാണ്. ക്ഷേത്രം എന്ന് പറയുന്നത് പരിപാവനമായിട്ടുള്ള സ്ഥലമാണ്. അതിനകത്ത് ക്ഷേത്രത്തിലെ ആൾക്കാരുടെ അനുവാദമില്ലാതെ പോലീസ് ഓഫീസേഴ്സിന് കയറാനോ തല്ലിച്ചവിട്ടി തുറക്കാനോ അധികാരമില്ല. ഒരു ആരാധനാലയത്തിലും അവരുടെ അനുവാദമില്ലാതെ പോലീസിന് ഒന്നിനും കയറാൻ പാടില്ല. ഇവരുടെ ഈ ഒരു പ്രസ്താവന കേട്ടപ്പോൾ എനിക്കും ഒരു സംശയം. കാരണം ഇവർ സാധാരണ ഒരു സ്ത്രീയല്ല, പോലീസിലെ ഉന്നത സ്ഥാനങ്ങൾ വഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ വീണ്ടും എൻ്റെ നിയമപുസ്തകങ്ങൾ എടുത്തു നോക്കി. പോലീസിന് അങ്ങനെ ഒരു അധികാരം ഇല്ലാതിരിക്കുമോ? അപ്പോഴാണ് എനിക്കൊരു സത്യം മനസ്സിലായത്. ഞാൻ വളരെ സങ്കടത്തോടെ പറയട്ടെ, ഈ ഉദ്യോഗസ്ഥ പറഞ്ഞത് ശരിയാണ് എന്ന് തോന്നുമെങ്കിലും തെറ്റാണ്. പോലീസിന് അമ്പലങ്ങളിലോ പള്ളിയിലോ മറ്റ് ആരാധനാലയങ്ങളിലോ ഒരു അധികാരിയുടെയും പെർമിഷൻ ഇല്ലാതെ കടക്കാവുന്നതാണ്, ഇൻവെസ്റ്റിഗേഷൻ നടത്താവുന്നതാണ്, അവരുടെ ജോലി കൃത്യമായി നടത്താവുന്നതാണ്. ഒരു വിവേകമൊന്നും ഇല്ലാത്ത ആളുകളൊക്കെ എങ്ങനെയാടാ കേരള പോലീസിന്റെ ഉയർന്ന തസ്തികകളിലൊക്കെ അലങ്കരിച്ചിരുന്നിരുന്നത്? അലങ്കാരം കുറച്ച് കൂടുതലായിരുന്നു, മനസ്സിലായി. സംഘികൾ ഭർത്താവിനെ കൊല്ലാൻ വന്നു, അവർ വെറുതെ വിട്ടപ്പോ അവരോടൊരു ആരാധന തോന്നി. കൊള്ളാം, ബാക്കിയാക്കാം. പക്ഷേ ഈ ആരാധന ആലയങ്ങളിൽ പോകുമ്പോൾ അവരുടെ ദൈവികമായ ബിംബങ്ങളോ മറ്റു കാര്യങ്ങളോ ബഹുമാനത്തോടെ തന്നെ കൈകാര്യം ചെയ്യണം. വളരെ സീരിയസ് ആയിട്ടുള്ള ഒഫൻസുകളിൽ മാത്രമേ ഇത്തരത്തിലുള്ള അധികാരം എടുക്കാൻ സാധിക്കൂ. അത്തരത്തിലുള്ള അധികാരങ്ങൾ എടുക്കുന്നതിന് പ്രത്യേകിച്ച് വാറണ്ടോ പെർമിഷനോ ഒന്നും തന്നെ ആവശ്യമില്ല. കേരളത്തിലെ ആദ്യത്തെ വനിതാ IPS ഉദ്യോഗസ്ഥ, കേരളത്തിലെ DGP നിലയിലിരുന്ന ആദ്യത്തെ വനിതാ ഉദ്യോഗസ്ഥ, ഇന്നിലകളിലെല്ലാം പ്രാഗൽഭ്യം തെളിയിച്ച ആ വ്യക്തി ഇപ്പോൾ എന്തു ചെയ്യുന്നു എന്നറിയണ്ടേ? മാഡം, ഒരു വാക്ക്, ഉണ്ട ചോറിന് നന്ദി കാണിക്കണം എന്ന് ഞാൻ പറയില്ല, പക്ഷെ ഉണ്ട ചോറിൽ വെറുതെ ചാണകം വാരിയിടരുത്. 33 വർഷമാണ് പോലീസ് മേധാവിയായിട്ട് അവർ തുടർന്ന് സർവീസിലിരുന്നത്. അവിടുന്ന് കിട്ടിയ പെൻഷനും ഇപ്പോ നല്ല രീതിയിൽ അടിക്കുന്നുണ്ട് അല്ലേ? എന്നിട്ടും കേരള പോലീസിനെ കുറിച്ചിട്ട് അവർ കാക്കിക്കുള്ളിലെ ഞാൻ ഇത് പറയാനാ. ഇവിടെ ഒരുപാട് മോശപ്പെട്ട പോലീസുകാരുണ്ട്, നല്ല പോലീസുകാരുണ്ട്. പക്ഷെ റിട്ടയർഡ് ആവുന്ന കുറെ എണ്ണം ഇപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എന്തായിരുന്നു അവരുടെ മനോഭാവം എന്നുള്ളത്. വീണ്ടും അവർ അന്വേഷിച്ച കേസുകളൊക്കെ ഒന്ന് പുനഃപരിശോധിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപാട് പാവങ്ങൾ അവർ മനഃപൂർവ്വം കൊടുക്കിയിട്ടുണ്ടാവും എന്നുള്ളതാണ്. എന്തായാലും ചാച്ചിയുടെ മനോഭാവം മനസ്സിലായില്ലേ? സെൻകുമാറിന്റെയും മനസ്സിലായിട്ടുണ്ടാവും. ഇനിയിപ്പോ ആരെങ്കിലുമൊക്കെ പോലീസ് മേധാവി പദവികളിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ ആരാണ് എന്താണെന്ന് ഇപ്പൊ തന്നെ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ് കേട്ടോ. സെൻകുമാർ ഈസ് നോട്ട് എ ഗുഡ് പേഴ്സൺ. അയാള് സംഘികൾക്ക് വേണ്ടി പണിയെടുക്കുന്ന ആളാ, അന്നും ഇന്നും ഇനി എന്നും. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ഇവറ്റകളൊക്കെ എന്താണല്ലേ നമ്മളെ മുന്നിൽ കാണിച്ചു കൂട്ടുന്നത്. വീണ്ടും പരപതി വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് പോൾ സൈനിങ് ഓഫ്.